ഈ ഒരു ചർച്ചയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇ-കൊമേഴ്സിന്റെ വളർച്ചയുടെ കഥയും അതിന്റെ ഭാവിയുമാണ്. അപ്പോൾ ഈ വിഷയം വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഇതിനെ 6 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഇ-കൊമേഴ്സ് സിനാരിയോ മുതൽ അതിന്റെ ഭാവി കാഴ്ചപ്പാടുകൾ വരെ നമ്മൾ വിശദമായിട്ട് നോക്കും. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യൻ ഇ-കൊമേഴ്സ് രംഗം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഇ-കൊമേഴ്സ് മേഖലയിലുണ്ടായ മാറ്റം വളരെ വലുതാണ്. ഒരു വിപ്ലവം തന്നെയാണെന്ന് പറയാം. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡിജിറ്റൽ കൺസ്യൂമർ മാർക്കറ്റുകളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1, എല്ലാവർക്കും ഇന്റർനെറ്റ് കിട്ടിത്തുടങ്ങി. 2, കുറഞ്ഞ വിലയ്ക്ക് സ്മാർട്ട് ഫോണുകൾ കിട്ടാൻ തുടങ്ങി. പിന്നെ ഡിജിറ്റൽ പേയ്മെന്റ് സിസ്റ്റംസ് വളരെയധികം മെച്ചപ്പെട്ടു. ഇതെല്ലാം കൂടിയായപ്പോൾ ബിസിനസ്സുകളും നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളും തമ്മിലുള്ള ഇടപാടുകളുടെ രീതി തന്നെ അങ്ങ് മാറിപ്പോയി. ഈ ഒരു വലിയ മാറ്റത്തിന്റെ കഥ നമുക്ക് 4 പ്രധാന ഘട്ടങ്ങളായിട്ട് മനസ്സിലാക്കാം. അതായത് ഇന്റർനെറ്റ് വരുന്നതിന് മുൻപുള്ള കാലം, പിന്നെ ഇന്റർനെറ്റ് വന്ന ആദ്യ കാലഘട്ടം, അതിനുശേഷം ഓൺലൈൻ മാർക്കറ്റുകൾ വന്നത്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ യുഗം. ഓരോ ഘട്ടവും ഇന്നത്തെ ഈ വളർച്ചയ്ക്ക് അടിത്തറയിട്ടു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലേക്ക് പോകാം. ഇന്റർനെറ്റ് വരുന്നതിന് മുൻപുള്ള കാലം. അന്ന് എന്തൊക്കെയായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് നോക്കാം. 1986 ERNet, അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അക്കാഡമിക് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്കായിരുന്നു. അവർക്ക് തമ്മിൽ ഡിജിറ്റലായി വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയുള്ള ആദ്യത്തെ ഒരു ചുവടുവെപ്പ്. ശ്രദ്ധിക്കണം, ഇത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല, വിദ്യാഭ്യാസ ഗവേഷണാവശ്യങ്ങൾക്ക് മാത്രമായിരുന്നു. അതേസമയം ഇന്റർനെറ്റ് വരുന്നതിന് മുമ്പേ തന്നെ വലിയ വലിയ കമ്പനികൾ, പ്രത്യേകിച്ച് ബാങ്കിംഗ്, ലോജിസ്റ്റിക്സ് പോലെയുള്ള മേഖലകളിൽ EDI എന്നൊരു സംവിധാനം ഉപയോഗിച്ചിരുന്നു. ഇലക്ട്രോണിക് ഡേറ്റ ഇന്റർചേഞ്ച്. ഇത് വെച്ചാണ് അവർ ഇൻവോയ്സ് പോലെയുള്ള ഡോക്യുമെന്റുകൾ കമ്പ്യൂട്ടറുകൾ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചിരുന്നത്. ശരി, ഇനി നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് കഥ മാറുന്നത്. അതായത് 1995 മുതൽ 2005 വരെയുള്ള കാലം. ഇന്ത്യയിലേക്ക് ഇന്റർനെറ്റ് വരുന്ന ആ ഒരു കാലഘട്ടം. കൃത്യമായി പറഞ്ഞാൽ 1995 ഓഗസ്റ്റ് 15-നാണ് VSNL, അതായത് വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡ്, ഇന്ത്യയിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇന്റർനെറ്റ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷെ തുടക്കത്തിൽ ഇത് അത്ര എളുപ്പമായിരുന്നില്ല. ആകെ 6 വലിയ നഗരങ്ങളിൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. പോരാത്തതിന് നല്ല വിലയും കൊടുക്കണമായിരുന്നു. പക്ഷേ ഈ പരിമിതികൾക്കിടയിലും ചിലർ മുന്നോട്ട് വന്നു. 90കളുടെ അവസാനവും 2000ന്റെ തുടക്കത്തിലുമായിട്ട് rediff.com, buzzy.com പോലെയുള്ള വെബ്സൈറ്റുകൾ വന്നു. പിന്നെ നമ്മുടെ സ്വന്തം IRCTC ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. Naukri.com ജോലി അന്വേഷിക്കാനും, ഷാദി.com കല്യാണത്തിനും, ഇങ്ങനെ പലതരം സേവനങ്ങൾ വന്നു. ഇതിൽ നിന്നാണ് ഇന്ത്യക്കാർക്ക് ഓൺലൈനായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ നമ്മൾ 3ാം ഘട്ടത്തിലേക്ക് എത്തുന്നു. 2005 മുതൽ 2015 വരെയുള്ള കാലം. ഇ-കൊമേഴ്സ് മാർക്കറ്റ് പ്ലേസുകളുടെ ഉദയം. ഈ ഒരു 10 വർഷം കൊണ്ട് കാര്യങ്ങൾ ശരിക്കും മാറി. എന്തൊക്കെയായിരുന്നു പ്രധാന കാരണങ്ങളെന്നറിയോ? 1, ബ്രോഡ്ബാൻഡും മൊബൈൽ ഫോണുകളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിത്തുടങ്ങി. 2, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളുടെ ഉപയോഗം കൂടി. 3, സാധനങ്ങൾ വീടുകളിലെത്തിക്കുന്ന ലോജിസ്റ്റിക്സ് സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു. ഇതിനെല്ലാം ഉപരി ഇടത്തരം കുടുംബങ്ങളുടെ വരുമാനം കൂടി. ഡിജിറ്റൽ കാര്യങ്ങളെക്കുറിച്ചുള്ള അവരുടെ അറിവും വർദ്ധിച്ചു. ഇതെല്ലാം കൂടെ ഓൺലൈൻ ഷോപ്പിങ്ങിന് ഒരു പെർഫെക്റ്റ് സാഹചര്യമൊരുക്കി. ഇതിനിടയിലാണ് 2007 ഫ്ലിപ്കാർട്ട് വരുന്നത്. അതൊരു ഗെയിം ചേഞ്ചറായിരുന്നു. അവരുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്തായിരുന്നു? ക്യാഷ് ഓൺ ഡെലിവറി, അഥവാ COD. സാധനം കയ്യിൽ കിട്ടിയ ശേഷം പണം കൊടുത്താൽ മതിയെന്ന ഈ ആശയം ഓൺലൈൻ ഷോപ്പിങ്ങിനോടുള്ള സാധാരണക്കാരുടെ പേടിയും വിശ്വാസക്കുറവും ഇല്ലാതാക്കി. അതൊരു വിപ്ലവം തന്നെയായിരുന്നു. ഫ്ലിപ്കാർട്ടിനു പിന്നാലെ സ്നാപ്ഡീൽ, മൈന്ത്ര, പിന്നെ ആഗോള ഭീമനായ ആമസോൺ ഇന്ത്യയൊക്കെ കളത്തിലേക്ക് ഇറങ്ങി. അതോടെ മത്സരം കടുത്തു. വലിയ വലിയ ഡിസ്കൗണ്ടുകൾ, ഉത്സവകാല ഓഫറുകളൊക്കെയായി ഇവർ ആളുകളെ ആകർഷിക്കാൻ തുടങ്ങി. അതോടെ ഓൺലൈൻ ഷോപ്പിംഗ് എന്നാൽ വിലക്കുറവ്, സൗകര്യം എന്നൊക്കെയായി മാറി. കൂടുതൽ ആളുകൾ ഓൺലൈനിലേക്ക് വന്നു. ഇനി നമ്മളെത്തുന്നത് 4ാമത്തെ, അതായത് ഇപ്പോഴത്തെ ഘട്ടത്തിലേക്കാണ്. 2015 മുതൽ ഇന്ന് വരെയുള്ള ഈ കാലഘട്ടത്തെ നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ യുഗം എന്ന് വിളിക്കാം. ഇവിടെ മൊബൈൽ ഫോണാണ് താരം. 2015 ശേഷം കാര്യങ്ങൾ ശരവേഗത്തിലായി. ഇതിനു പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. റിലയൻസ് ജിയോ വന്നതോടെ 4G ഇന്റർനെറ്റ് എല്ലായിടത്തും എത്തി, അതും കുറഞ്ഞ ചെലവിൽ. ഗ്രാമങ്ങളിലുള്ളവർ വരെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ UPIയുടെ വരവ്, അതൊരു വിപ്ലവം തന്നെയായിരുന്നു. ഇതിനൊക്കെ പുറമെ സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ പോലുള്ള പദ്ധതികളും GST വന്നതോടെയുള്ള ബിസിനസ് എളുപ്പങ്ങളും ഈ വളർച്ചയ്ക്ക് വലിയൊരു ഊർജ്ജം നൽകി. ഈ സമയത്താണ് ഇ-കൊമേഴ്സ് വെറും സാധനങ്ങൾ വിൽക്കുന്ന ഇടം എന്നതിൽ നിന്നും മാറിയത്. പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ ബിഗ് ബാസ്ക്കറ്റ്, ജിയോമാർട്ടൊക്കെ വന്നു. ഭക്ഷണം ഓർഡർ ചെയ്യാൻ സൊമാറ്റോയും സ്വിഗ്ഗിയും.
അതുകൂടാതെ വിദ്യാഭ്യാസം, സാമ്പത്തികം, ആരോഗ്യം എന്നിങ്ങനെ പുതിയ പുതിയ മേഖലകളിലേക്കും ഇ കൊമേഴ്സ് വളർന്നു. ശരിക്കും പറഞ്ഞാൽ ഇ കൊമേഴ്സിന്റെ അർത്ഥം തന്നെ വിപുലമായി. പിന്നെ വന്ന COVID-19 മഹാമാരി ഈ മാറ്റത്തിന് ഒരു ആക്കം കൂട്ടി. ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ആളുകൾക്കും ചെറിയ കടകൾക്കും ഓൺലൈനിലേക്ക് മാറുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതോടെ കമ്പനികൾ നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽക്കുന്ന D2C മോഡലും സോഷ്യൽ മീഡിയ വഴി വിൽക്കുന്ന സോഷ്യൽ കൊമേഴ്സുമൊക്കെ വളരെ വേഗത്തിൽ പ്രചാരത്തിലായി. ശരി, അപ്പോ ഇത്രയും കാര്യങ്ങൾ കണ്ട സ്ഥിതിക്ക് നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ഈ വളർച്ചയുടെ ഒരു സംഗ്രഹം നോക്കുകയും ഇന്ത്യൻ ഇ കൊമേഴ്സിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം. കണക്കുകൾ പ്രകാരം വരുന്ന വർഷങ്ങളിൽ ഇന്ത്യൻ ഇ കൊമേഴ്സ് വിപണി $200 ബില്യൺ കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വെറുമൊരു സംഖ്യയല്ല. ഇതിനർത്ഥം ഈ രംഗം കൂടുതൽ ആളുകളിലേക്കെത്തും. AI പോലെയുള്ള പുതിയ ടെക്നോളജികൾ ഇതിന്റെ ഭാഗമാകും. പക്ഷേ ഈ വലിയ വളർച്ചയുടെ കൂടെ തന്നെ ചില വെല്ലുവിളികളുമുണ്ട്. നമ്മുടെ ഡാറ്റയുടെ സുരക്ഷ, സൈബർ ആക്രമണങ്ങൾ, സാധനങ്ങൾ കൃത്യസമയത്ത് എത്തിക്കുന്നതിലെ പ്രശ്നങ്ങൾ, പിന്നെ ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്തുന്നത്, ഇതൊക്കെ ഇപ്പോഴും വലിയ വിഷയങ്ങളാണ്. അപ്പോൾ ഈ വെല്ലുവിളികളെയെല്ലാം മറികടങ്ങൾ മാത്രമേ ഇന്ത്യൻ ഇ കൊമേഴ്സ് രംഗത്തിന് സുസ്ഥിരമായി പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ. ഈ പാഠത്തിൽ നമ്മൾ ഇന്ത്യൻ ഇ കൊമേഴ്സിലെ പ്രധാന വിഭാഗങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ ഉദ്ധരണി സൂചിപ്പിക്കുന്നത് പോലെ ഇന്ത്യയുടെ ഇ കൊമേഴ്സ് രംഗം ബഹുമുഖമാണ്. ഇതിന്റെ വളർച്ചയ്ക്കും വൈവിധ്യത്തിനും പല പ്രധാന വിഭാഗങ്ങൾ സംഭാവന നൽകുന്നുണ്ട്. സാങ്കേതികവിദ്യയും ഉപഭോക്തൃ താൽപ്പര്യങ്ങളിലെ മാറ്റങ്ങളുമാണ് ഇതിന് പ്രധാന കാരണം. ഇനി ഓരോ വിഭാഗത്തെയും ഇതെങ്ങനെ സ്വാധീനിച്ചുവെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ 5 പ്രധാന വിഭാഗങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഓൺലൈൻ റീറ്റെയിലും പലചരക്ക് സാധനങ്ങളും. രണ്ടാമത് യാത്രയും ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളും. മൂന്നാമത് സാമ്പത്തിക യൂട്ടിലിറ്റി സേവനങ്ങൾ. നാലാമതായി C2C ഓൺ ഡിമാൻഡ് മാർക്കറ്റ് പ്ലേസുകൾ. അവസാനമായി ഡിജിറ്റൽ ഉള്ളടക്കവും സബ്സ്ക്രിപ്ഷനുകളും. അപ്പോൾ നമുക്കാദ്യത്തെ വിഭാഗത്തിലേക്ക് കടക്കാം. ഓൺലൈൻ റീറ്റെയിലും പലചരക്ക് സാധനങ്ങളും. ഇതിൽ വരുന്നത് ഭൗതിക സാധനങ്ങളുടെയും ദൈനംദിന ആവശ്യവസ്തുക്കളുടെയും ഓൺലൈൻ വിൽപ്പനയാണ്. ആദ്യം നമുക്ക് ഈ റീറ്റെയിലിംഗ് എന്താണെന്ന് നിർവചിക്കാം. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഭൗതിക സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് വിൽക്കുന്നതിനെയാണ് ഈ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. ഈ രംഗത്തെ പ്രധാനികൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇന്ത്യ, മിന്ത്ര, ടാറ്റ ക്ലിക്ക് എന്നിവയാണ്. മീഷോ ഒരു സോഷ്യൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഫാഷൻ, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവയാണ് പ്രധാന ഉൽപ്പന്ന വിഭാഗങ്ങൾ. ഈ മേഖലയിലെ പ്രധാനപ്പെട്ട സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് AI ശുപാർശകൾ, AR വെർച്വൽ ട്രയോണുകൾ, വോയിസ് ഷോപ്പിംഗ് എന്നിവ. ഓൺലൈൻ റീറ്റെയിലിംഗിന്റെ ഭാഗമായി വരുന്ന മറ്റൊരു പ്രധാന ഉപവിഭാഗമാണ് ഭക്ഷണ പലചരക്ക് വിതരണം. റെസ്റ്റോറന്റ് ഭക്ഷണത്തിനും ദൈനംദിന ആവശ്യവസ്തുക്കൾക്കും വേണ്ടിയുള്ള ഇടപാടുകൾ ധാരാളമായി നടക്കുന്ന ഒരു മേഖലയാണിത്, പ്രത്യേകിച്ച് ഇന്ത്യൻ നഗരങ്ങളിൽ. ക്വിക്ക് കൊമേഴ്സ് മോഡലുകൾ ഈ രംഗത്ത് വലിയൊരു മാറ്റം കൊണ്ടുവന്നു. ഈ മോഡലുകൾ വഴി വെറും 10 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഡെലിവറി സാധ്യമാകുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യം നൽകുന്നു. ഭക്ഷണ വിതരണ രംഗത്തെ പ്രധാന പ്ലാറ്റ്ഫോമുകളാണ് സ്വിഗ്ഗിയും സൊമാറ്റോയും. പലചരക്ക് സാധനങ്ങൾക്കായി ബിഗ് ബാസ്ക്കറ്റ്, ബ്ലിങ്കിറ്റ്, ജിയോമാർട്ട്, ആമസോൺ പാൻട്രി എന്നിവയുമുണ്ട്. തത്സമയ ട്രാക്കിംഗ്, ലോയൽറ്റി ഡിസ്കൗണ്ടുകൾ, സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ എന്നിവയാണ് ഇവയുടെ ബിസിനസ് മോഡലുകളിൽ ഉൾപ്പെടുന്നത്. അടുത്തതായി രണ്ടാമത്തെ വിഭാഗം യാത്രയും ഹോസ്പിറ്റാലിറ്റി സേവനങ്ങളും. ഇന്ത്യയിൽ ഇ കൊമേഴ്സ് ആദ്യമായി സ്വീകരിക്കപ്പെട്ട മേഖലകളിലൊന്നാണിത്. മേക്ക് മൈ ട്രിപ്പ്, യാത്ര, ക്ലിയർ ട്രിപ്പ്, IRCTC എന്നിവയാണ് ഈ രംഗത്തെ പ്രധാന പോർട്ടലുകൾ. വിമാനങ്ങൾ, ട്രെയിനുകൾ, ബസ്സുകൾ, ഹോട്ടലുകൾ എന്നിവ ബുക്ക് ചെയ്യാനുള്ള സേവനങ്ങൾ ഇവർ നൽകുന്നു. ഡൈനാമിക് പ്രൈസിംഗ്, തത്സമയ ലഭ്യത, ഉപയോക്തൃ അവലോകനങ്ങൾ എന്നിവ ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രധാന പ്രയോജനങ്ങളാണ്. കോവിഡിനു ശേഷമുള്ള ട്രെൻഡുകളിൽ ഡിജിറ്റൽ ബുക്കിംഗുകൾ, ബോർഡിംഗ് പാസുകൾ, മൊബൈൽ ചെക്കിനുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇനി മൂന്നാമത്തെ വിഭാഗം സാമ്പത്തിക യൂട്ടിലിറ്റി സേവനങ്ങൾ. ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയിൽ ഫിൻടെക്കിന്റെ സംയോജനമാണ് ഈ വിഭാഗത്തിന്റെ കാതൽ. ഈ വിഭാഗത്തെ 3ആയി തിരിക്കാം. ഒന്നാമതായി സാമ്പത്തിക സേവനങ്ങൾ. പോളിസി ബസാർ, സെറോധ, ഗ്രോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഇൻഷുറൻസ്, നിക്ഷേപങ്ങൾ, പേഴ്സണൽ ഫിനാൻസ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു. രണ്ടാമതായി യൂട്ടിലിറ്റി പേയ്മെന്റുകൾ. വിവിധ ആപ്പുകളും വാളറ്റുകളും ഉപയോഗിച്ച് വൈദ്യുതി ബില്ലുകൾ, മൊബൈൽ റീചാർജുകൾ എന്നിവ അടയ്ക്കാൻ സാധിക്കും. മൂന്നാമതായി ഡിജിറ്റൽ വാളറ്റുകളും UPIയും. പേടിഎം,
ഫോൺപേ, ഗൂഗിൾ പേ, ഭീം എന്നിവ ദൈനംദിന ഇടപാടുകൾക്കും ഡിജിറ്റൽ പേയ്മെന്റുകൾക്കും ഉപയോഗിക്കുന്നു. നാലാമത്തെ വിഭാഗം മാർക്കറ്റ് പ്ലേസുകളാണ്. ഇതിൽ C2C, ഓൺ ഡിമാൻഡ് പ്ലാറ്റ്ഫോമുകൾ എന്നിവ ഉൾപ്പെടുന്നു. വ്യക്തികളെയും സേവന പ്രൊഫഷണലുകളെയും നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് ഇവ ചെയ്യുന്നത്. C2C പ്ലാറ്റ്ഫോമുകൾ എന്താണെന്ന് നോക്കാം. ഇത് കൺസ്യൂമർ ടു കൺസ്യൂമർ ഇടപാടുകൾക്ക് സൗകര്യമൊരുക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസുകളാണ്. വ്യക്തികൾക്ക് സാധനങ്ങളും സേവനങ്ങളും വിൽക്കാനും വാങ്ങാനും അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാനും ഇത് അനുവദിക്കുന്നു. C2C ഇടപാട് പ്രക്രിയയുടെ ഘട്ടങ്ങൾ ഇവയാണ്. ആദ്യം ഉപയോക്താവ് ഉപയോഗിച്ച ഒരു ഉൽപ്പന്നം, ഉദാഹരണത്തിന് ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ അല്ലെങ്കിൽ വാഹനം, ലിസ്റ്റ് ചെയ്യുന്നു. തുടർന്ന് പ്ലാറ്റ്ഫോം വിൽപ്പനക്കാരനെ സാധ്യതയുള്ള വാങ്ങലുകാരുമായി ബന്ധിപ്പിക്കുന്നു. ഈ ഇടപാടിലൂടെ ഇടനിലക്കാരുടെ ചെലവ് കുറയ്ക്കുന്നു. ചാറ്റ്ബോട്ടുകളും വെരിഫിക്കേഷനും വഴി വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഈ വിഭാഗത്തിലെ രണ്ടാമത്തേതാണ് ഓൺ ഡിമാൻഡ് സർവീസ് ആഗ്രിഗേറ്ററുകൾ. വൈവിധ്യമാർന്ന സേവനങ്ങൾക്കായി സേവന പ്രൊഫഷണലുകളെ ഉപഭോക്താക്കളുമായി ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണിത്. ഓൺ ഡിമാൻഡ് സേവനങ്ങളുടെ ചില ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ഗാർഹിക സേവനങ്ങളുടെ വിഭാഗത്തിൽ അർബൻ കമ്പനി, പ്ലംബിംഗ്, സലൂൺ അറ്റ് ഹോം പോലുള്ള സേവനങ്ങൾ നൽകുന്നു. ആരോഗ്യപരിപാലന രംഗത്ത് 1mg, പ്രാക്ടോ എന്നിവ ടെലിമെഡിസിൻ, ഫാർമസി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്ത് ബൈജൂസ്, അൺഅക്കാഡമി, വേദാന്തു എന്നിവ ഓൺലൈൻ ട്യൂട്ടറിംഗ് നൽകുന്നു. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും വിഭാഗത്തിലേക്ക് വരാം. ഡിജിറ്റൽ ഉള്ളടക്കവും സബ്സ്ക്രിപ്ഷനുകളും. ഡിജിറ്റൽ വിനോദ, വിജ്ഞാന പ്ലാറ്റ്ഫോമുകളുടെ ഉയർച്ചയാണ് ഈ വിഭാഗത്തിൽ പ്രധാനം. പ്രധാനപ്പെട്ട സ്ട്രീമിംഗ്, സബ്സ്ക്രിപ്ഷൻ സേവനങ്ങൾ ഇവയാണ്. വീഡിയോ സ്ട്രീമിംഗിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ, സോണി ലീവ് എന്നിവ ഉൾപ്പെടുന്നു. മ്യൂസിക് സ്ട്രീമിംഗിൽ സ്പോട്ടിഫൈ, ഗാന, ജിയോസാവൻ എന്നിവയുണ്ട്. ബുക്കുകൾക്കും ഓഡിയോ ബുക്കുകൾക്കുമായി കിൻഡിൽ, ഓഡിബിൾ, സ്റ്റോറിടെൽ എന്നിവയും ലഭ്യമാണ്. ഈ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങൾ മെച്ചപ്പെട്ട ഇന്റർനെറ്റ് ലഭ്യത, താങ്ങാനാവുന്ന ഡേറ്റാ പ്ലാനുകൾ, പ്രാദേശിക ഉള്ളടക്കത്തിന്റെ ലഭ്യത എന്നിവയാണ്. ഉപസംഹാരമായി, ഈ വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ശക്തവും ചലനാത്മകവുമായ ഒരു വിപണി രൂപീകരിക്കുന്നു. ഇത് ഇന്ത്യക്കാർ ഷോപ്പിംഗ് ചെയ്യുന്ന രീതിയും സേവനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും മാറ്റുക മാത്രമല്ല, രാജ്യത്തിന്റെ ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കൊമേഴ്സിലെ പുതിയ പ്രവണതകളും നൂതനാശയങ്ങളുമാണ്. ഈ ചർച്ചയിൽ നമ്മൾ 6 പ്രധാന മേഖലകൾ പരിശോധിക്കും. ഒന്നാമതായി മൊബൈൽ കൊമേഴ്സ്, രണ്ടാമത് സോഷ്യൽ ആൻഡ് കോൺവെർസേഷണൽ കൊമേഴ്സ്, തുടർന്ന് AI-യും ഡാറ്റ പേഴ്സണലൈസേഷനും, നാലാമതായി വോയിസ് ആൻഡ് വെർനാക്കുലർ ഇന്റർഫേസുകൾ, അഞ്ചാമതായി ഹൈപ്പർ ലോക്കൽ ആൻഡ് ക്വിക്ക് കൊമേഴ്സ്, അവസാനമായി ഗ്രീൻ കൊമേഴ്സും സുസ്ഥിരത. നമ്മുടെ ആദ്യത്തെ വിഷയം മൊബൈൽ കൊമേഴ്സ് അഥവാ കൊമേഴ്സ് ആണ്. ഇന്ത്യയിലെ കൊമേഴ്സ് വളർച്ചയുടെ ഒരു പ്രധാന കാരണം ഇതാണ്. ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളുടെ എണ്ണം ശ്രദ്ധിക്കുക, ഏകദേശം 75 കോടി. ഇത് മൊബൈൽ ഫോണിനെ ഓൺലൈൻ ഇടപാടുകളുടെ പ്രാഥമിക മാധ്യമമാക്കി മാറ്റിയിരിക്കുന്നു. ഈ മാറ്റം ഉപഭോക്തൃ സ്വഭാവത്തെ കാര്യമായി സ്വാധീനിച്ചു, പ്രത്യേകിച്ചും ടയർ 2, 3 നഗരങ്ങളിൽ. ആധുനിക കൊമേഴ്സ് അനുഭവത്തെ നിർവചിക്കുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ആപ്പ് കേന്ദ്രീകൃത സംവിധാനങ്ങൾ ഇതിൽ പ്രധാനമാണ്. ഇവയിൽ വോയിസ് സെർച്ച്, പ്രൊഡക്റ്റ് സ്കാനിംഗ് തുടങ്ങിയ നൂതന ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം പേടിഎം, ഫോൺപേ പോലുള്ള ഡിജിറ്റൽ വാലറ്റുകളുടെ സംയോജനം സിംഗിൾ ടാപ്പ് പേയ്മെന്റുകൾ സാധ്യമാക്കുന്നു. ഇത് ഷോപ്പിംഗ് എളുപ്പമാക്കുന്നു. അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത് സോഷ്യൽ ആൻഡ് കോൺവെർസേഷണൽ കൊമേഴ്സ് ആണ്. ഷോപ്പിംഗ് പ്രക്രിയയിൽ സോഷ്യൽ മീഡിയയെ സമന്വയിപ്പിക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സോഷ്യൽ കൊമേഴ്സിന്റെ പ്രധാന ആശയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നേരിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നതാണ്. ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, നേരിട്ടുള്ള ആശയവിനിമയം എന്നിവയെല്ലാം ഇത് ഷോപ്പിംഗ് പ്രക്രിയയുടെ ഭാഗമാകുന്നു. ഇവിടെ വിശ്വാസ്യതയ്ക്കും വ്യക്തിപരമായ ഇടപെടലുകൾക്കും വലിയ പങ്കുണ്ട്. സോഷ്യൽ കൊമേഴ്സിലെ നൂതനാശയങ്ങളെ 3 ഘട്ടങ്ങളായി തിരിക്കാം. ഒന്നാമത്തേത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ഉൽപ്പന്ന പരിചയപ്പെടുത്തലുകൾ ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ഘട്ടമാണ് കോൺവെർസേഷണൽ കൊമേഴ്സ്. ഇവിടെ ഉപഭോക്താക്കളെ സഹായിക്കാൻ ചാറ്റ്ബോട്ടുകളും മെസ്സേജിംഗ് ആപ്പുകളും ഉപയോഗിക്കുന്നു. മൂന്നാമത്തേതും ഏറ്റവും പുതിയതുമായ ഒന്നാണ് ലൈവ് സ്ട്രീമിംഗ് കൊമേഴ്സ്. ഇത് തത്സമയ ഉൽപ്പന്ന പ്രദർശനങ്ങളിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സംവേദനാത്മകമായ അനുഭവം നൽകുന്നു. നമ്മുടെ മൂന്നാമത്തെ വിഷയം AI ആൻഡ് ഡേറ്റ പേഴ്സണലൈസേഷനാണ്. ഉപഭോക്താക്കളുടെ ഷോപ്പിംഗ് അനുഭവം വ്യക്തിഗതമാക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. AI, ഡാറ്റ അനലിറ്റിക്സ് എന്നിവയ്ക്ക് 2 തലത്തിലുള്ള പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്നത്,
ഉദാഹരണത്തിന് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ ഹോം പേജുകൾ ക്രമീകരിക്കുന്നതും വ്യക്തിഗത ഉൽപ്പന്ന ശുപാർശകൾ നൽകുന്നതും ഇതിൽപ്പെടും. രണ്ടാമത്തേത് ബിസിനസ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിലാണ്. ഇൻവെന്ററി മാനേജ്മെന്റ്, വിലനിർണ്ണയം, ഡിമാൻഡ് പ്രവചനം തുടങ്ങിയ കാര്യങ്ങളിൽ AI വലിയ പങ്ക് വഹിക്കുന്നു. ഇത് പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട ട്രെൻഡ് വോയിസ് ആൻഡ് വെർനാക്കുലർ ഇന്റർഫേസുകളാണ്. ശബ്ദവും പ്രാദേശിക ഭാഷകളും ഉപയോഗിക്കുന്നത് ഇ-കൊമേഴ്സിനെ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെ എത്തിക്കുന്നു എന്ന് നോക്കാം. വോയിസ് കൊമേഴ്സ് എന്നത് ഗൂഗിൾ അസിസ്റ്റന്റ്, ആമസോൺ അലക്സ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ശബ്ദനിർദ്ദേശങ്ങളിലൂടെ ഉൽപ്പന്നങ്ങൾ തിരയാനും ഓർഡർ ചെയ്യാനുമുള്ളൊരു രീതിയാണ്. ഇത് ഷോപ്പിംഗ് പ്രക്രിയയെ ലളിതമാക്കുന്നു. ഇന്ത്യയുടെ ഭാഷാപരമായി വൈവിധ്യം കണക്കിലെടുക്കുമ്പോൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് പ്രാദേശിക ഭാഷകൾക്കുള്ള പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ്. വെർനാക്കുലർ ഇന്റർഫേസുകളിൽ നിക്ഷേപം നടത്തുന്നത് ആദ്യമായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരിലേക്ക് എത്താനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാനും സഹായിക്കുന്നു. അഞ്ചാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൈപ്പർ ലോക്കൽ ആൻഡ് ക്വിക്ക് കൊമേഴ്സ് അഥവാ ക്യുക്ക് കൊമേഴ്സ് ആണ്. വേഗതയ്ക്കും സൗകര്യത്തിനും വേണ്ടിയുള്ള ഉപഭോക്താക്കളുടെ താൽപ്പര്യമാണ് ഈ ട്രെൻഡിന് പിന്നിൽ. ക്യുക്ക് കൊമേഴ്സ് എന്നത് 10 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഡെലിവറി വാഗ്ദാനം ചെയ്യുന്ന ഒരു ഇ-കൊമേഴ്സ് മോഡലാണ്. പ്രധാനമായും പലചരക്ക് സാധനങ്ങൾക്കും മറ്റ് ആവശ്യ വസ്തുക്കൾക്കുമാണ് ഈ സേവനം ഉപയോഗിക്കുന്നത്. ബ്ലിങ്കിറ്റ്, സെപ്റ്റോ, സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് എന്നിവ ഈ രംഗത്തെ പ്രധാനികളാണ്. ഇത് തൽക്ഷണ സംതൃപ്തിയുടെ കാര്യത്തിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു. ഈ ഹൈപ്പർ ലോക്കൽ ഡെലിവറി മോഡൽ പ്രവർത്തിക്കുന്നത് ഡാർക്ക് സ്റ്റോറുകൾ എന്നറിയപ്പെടുന്ന സംവിധാനത്തെ അടിസ്ഥാനമാക്കിയാണ്. ഇവ സമീപ പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ വെയർഹൌസുകളാണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം അതിവേഗ ഡെലിവറിക്കായി സാധനങ്ങൾ വേഗത്തിൽ സംഭരിക്കുകയും അയക്കുകയും ചെയ്യുക എന്നതാണ്. വേഗതയ്ക്കും സൗകര്യത്തിനും പ്രാധാന്യം നൽകുന്ന നഗരപ്രദേശങ്ങളാണ് ഇതിന്റെ പ്രധാന വിപണി. നമ്മുടെ ചർച്ചയിലെ അവസാനത്തെ വിഷയം ഗ്രീൻ കൊമേഴ്സും സുസ്ഥിരതയുമാണ്. ഉപഭോക്താക്കൾക്കിടയിൽ വർദ്ധിച്ചുവരുന്ന പാരിസ്ഥിതിക അവബോധം കാരണം ഇ-കൊമേഴ്സ് കമ്പനികൾ സുസ്ഥിരമായ രീതികൾ സ്വീകരിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. സുസ്ഥിരത ഉറപ്പാക്കാനായി ഇന്ത്യൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ സ്വീകരിക്കുന്ന ചില നൂതനമായ രീതികൾ ഇവയാണ്: പ്ലാസ്റ്റിക് രഹിത പാക്കേജിംഗ്, ഡെലിവറിക്കായി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത്, കൂടാതെ പേപ്പർ ഉപയോഗം കുറയ്ക്കാൻ ഡിജിറ്റൽ രസീതുകൾ നൽകുന്നത്. ഇതുകൊണ്ടുതന്നെ ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണിയിൽ സുസ്ഥിരത എന്നത് ഒരു പ്രധാനപ്പെട്ട മൂല്യവും മത്സരത്തിൽ ഒരു കമ്പനിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകവുമായും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപസംഹാരമായി ഇന്ത്യൻ ഇ-കൊമേഴ്സിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് നൂതനാശയങ്ങളും ഉപഭോക്താക്കൾക്ക് നൽകുന്ന അനുഭവങ്ങളുമാണെന്ന് കാണാം. ഈ നൂതനാശയങ്ങളുടെയെല്ലാം മൊത്തത്തിലുള്ള സ്വാധീനം എന്താണെന്ന് നോക്കാം. ഇവ ഷോപ്പിംഗ് അനുഭവങ്ങളെ കൂടുതൽ ആകർഷകമാക്കുന്നു, ബിസിനസ് പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നു, കൂടാതെ ഇ-കൊമേഴ്സിനെ കൂടുതൽ ജനവിഭാഗങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതും പുതിയ ഇന്റർഫേസുകളിലൂടെ കൂടുതൽ പ്രാപ്യമാകുന്നതും കൂടുതൽ സുസ്ഥിരമായതുമാക്കി മാറ്റുന്നു. അവസാനമായി ഒരു സുപ്രധാന ചോദ്യമുയർന്നുവരുന്നു: ഈ പ്രവണതകൾ ഇന്ത്യയിലെ ഡിജിറ്റൽ വാണിജ്യത്തെ എങ്ങനെ പുനർനിർവചിക്കും? അതോടൊപ്പം വളർന്നുവരുന്ന മറ്റു വിപണികൾക്കായി പുതിയ ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ?